കൊടും ചൂടാണ്. മഞ്ഞും കുളിരും തേടി തെക്കിന്റെ കശ്മീരിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് വിസ്മയക്കാഴ്ചയൊരുക്കുകയാണ് വഴിയോരത്തെ തേയിലക്കാടുകൾക്കിടയിൽ പൂത്തുനിൽക്കുന്ന നീലവാഗ എന്ന് വിളിക്കുന്ന ജക്രാന്തകൾ. ചിത്രങ്ങൾ പകർത്തുന്നതിനും വിശ്രമിക്കുന്നതിനുമൊക്കെയുള്ള സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് വസന്തം തണൽ തീർത്തിരിക്കുന്ന ജക്രാന്ത മരച്ചുവടുകൾ. കത്തി നിൽക്കുന്ന വേനലിൽ മല കയറി മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചയാണ് പച്ച വിരിച്ച തേയിലക്കാടുകൾക്കിടയിൽ വഴിയോരത്ത് ചേർന്ന വയലറ്റ് വസന്തം തീർത്ത് നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ. ആനച്ചാൽ മുതൽ മറയൂർ വരെ ഈ വസന്തം ആസ്വദിക്കാൻ കഴിയും. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ മല കയറിയെത്തുന്ന സഞ്ചാരികൾക്കിപ്പോൾ തണലേകുന്നതും വഴിയോരങ്ങളിൽ പൂത്തുനിൽക്കുന്ന ഈ മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ വരുന്ന സഞ്ചാരികളെല്ലാം ജക്രാന്ത ചുവട്ടിൽ വിശ്രമിച്ച് ചിത്രങ്ങൾ പകർത്തി ഏറെ നേരം ചിലവഴിച്ചാണ് മടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പർപ്പിൾ കളറിന്റെ ഭംഗി കണ്ടപ്പോൾ ജസ്റ്റ് ഇറങ്ങി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അതെ, ഈ ഒരു കാലാവസ്ഥയിൽ ഈ ജക്രാന്ത് പൂക്കളൊക്കെ പൂക്കുന്ന സമയമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയത്. പൂത്തു നിൽക്കുന്ന ജക്രാന്തകൾ മൂന്നാറിനെ കൂടുതൽ മനോഹരമാക്കുന്നുവെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. Hi, we visited Munnar yesterday only and we are really liking all the tea plantations here. Climate maybe like during lunchtime it is bit hot, otherwise it is very nice. തെക്കേ അമേരിക്കയിൽ നിന്നും കടൽ കടന്നെത്തിയ ഈ ആരാമ വൃക്ഷങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ തണുപ്പുള്ള കാലാവസ്ഥയിലാണ് സമൃദ്ധമായി വളരുന്നത്. വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഇലകൾ കൊഴിച്ച് നിറയെ പൂക്കൾ വിടരും. ഫെബ്രുവരി മുതൽ ഏപ്രിൽ മാസം അവസാനം വരെ ഈ നീലവസന്തം നീണ്ടു നിൽക്കും. തെക്കിന്റെ കാശ്മീരിലെ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് മറ്റൊരു വിസ്മയ കാഴ്ചയാണ് തേയിലക്കാടുകൾക്കിടയിൽ പൂത്തുനിൽക്കുന്ന ഈ ജക്രാന്തകൾ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.